നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ, നിങ്ങൾക്ക് സന്തോഷകരമായ വീഡിയോ തന്നെയാണ്. അതിനുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് മാത്സിനും കെമിസ്ട്രിക്കും ബാക്കിയുള്ള വിഷയങ്ങൾക്കും വളരെ +1 ആയാലും +2 പ്രത്യേകിച്ചും +1കാർക്കും വളരെ ഉപയോഗപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളൂടെ അതിനകത്ത് ഞാൻ പറഞ്ഞു പോകും. അന്നേരം ഈ വീഡിയോയ്ക്കകത്ത് അന്നേരം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ വീഡിയോ കേൾക്കാൻ ആദ്യം മുതൽ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, മാത്സിന്റെ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്ന വീഡിയോസ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ. ഉറപ്പിച്ച് പറയാണ് 100% കേട്ടോ. ഒരു മാഷ് എന്നുള്ള രീതിയിൽ പറയാണ്, ഇന്നെ പിന്നെ അത് പഠിച്ചില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. കൃത്യമായി ഇപ്പോഴത്തെ പോർഷൻസ് എത്ര മാത്രം ഉണ്ടോ, ചുമ്മാ വലിച്ചു വാരിയുള്ള വീഡിയോസ് ഒന്നും അല്ല, കൃത്യമായിട്ടുള്ള വീഡിയോ. ഇപ്പൊ ഇന്റഗ്രേഷന്റെ 1 മണിക്കൂർ കൊണ്ട് ഫുള്ള് പഠിക്കാം എന്നുള്ള വീഡിയോ 1 മണിക്കൂർ കൊണ്ട് ഫുൾ ആൻസർ സഹിതമുള്ള വീഡിയോസ് ആണ്. അന്നേരം അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാതെ പോയരുത്, കണ്ടിട്ട് പോകണം. ഏത് ടഫ് ക്വസ്റ്റ്യൻ ആയാലും, എളുപ്പമായാലും ടഫായാലും നിങ്ങൾക്ക് ഗംഭീരമായിട്ട് എഴുതാനുള്ള വീഡിയോസ് ആണ് എല്ലാം. കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം, മാത്സും എല്ലാം. മാത്സ് കഴിഞ്ഞാൽ ഉടൻ കെമിസ്ട്രിയിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ ഗംഭീരമായ നോട്ട്സും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് വരും. മാത്സിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഫിസിക്സിന്റെ പരീക്ഷ എല്ലാവരും നല്ലപോലെ എഴുതിയ പരീക്ഷ, ഭയങ്കരമായിട്ട് ഒരുപാട് നാളിന് ശേഷം വളരെ സന്തോഷപൂർവ്വം ഫിസിക്സിന്റെ പരീക്ഷ കണ്ടിട്ട് ചിരിച്ച മുഖമായിട്ട് ഒരുപാട് പേര് ഇറങ്ങിയ പരീക്ഷ. നമുക്ക് വളരെ സന്തോഷം. നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു 99% ക്വസ്റ്റ്യൻസും വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ 100% ക്വസ്റ്റ്യൻസും ചോയ്സ് ഉൾപ്പെടെ 100% ക്വസ്റ്റ്യൻസ് നമുക്ക് 60 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതും അൺഒഫീഷ്യലി ആണ്. ഇപ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ കാര്യമായിട്ട് നടക്കുന്നു. പക്ഷേ നിങ്ങൾ ഭാഗ്യമുള്ള പിള്ളേരാണെന്ന് ഞാൻ പറയും. കാരണം ക്വസ്റ്റ്യൻ ഇടുന്നതിലുള്ള ചെറിയ അപാകത, ഞാൻ പറയുന്നത് ചെറിയ അപാകത കൊണ്ട് ഉണ്ടായ ചെറിയ തിരുത്തൽ കൊണ്ട്, തെറ്റുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ലോട്ടറിയാണ്. ഇതിനകത്തിന്റെ പുറത്ത് ലോട്ടറി അടിച്ചു മോനെ, ലോട്ടറി അടിച്ചു പറഞ്ഞാൽ താഴെ വീഴുന്ന പോലാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറയുന്ന നമ്പർ 1 പോയിന്റ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പം ക്വസ്റ്റ്യൻ നമ്പർ എഴുതി, ഞാൻ അതിനു മുമ്പ് ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ എ ആണെങ്കിൽ എ എന്ന് എഴുതിയിട്ട് എന്തെങ്കിലും എഴുതി വെക്കണം. നിങ്ങൾ ചോദിക്കുക എന്തെങ്കിലും എഴുതി വെക്കണം. ആ ക്വസ്റ്റ്യൻ അതൊരു ചോദ്യം കാണുമല്ലോ. ഇപ്പം വാട്ട് ഈസ് മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്, പോട്ടെ, അത്ര എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ, ക്വസ്റ്റ്യൻ എങ്കിലും എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അറ്റംപ്റ്റ് നടത്തിയെന്ന് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അന്നേരം ഇനി നിങ്ങളിത് ആവർത്തിക്കും. നിങ്ങൾ കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഏത് വിഷയങ്ങളും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമ്പർ ഇട്ടിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് എഴുതിയേക്കണം. അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ വിളിക്കുമ്പോൾ മാർക്ക് കിട്ടൂല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫിസിക്സിലെ ആദ്യത്തെ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായി ഭാഗ്യം ചെയ്തത്, വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിഫൈൻ ദി എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്ഷൻ. കാരണം അത് മലയാളത്തിൽ കൃത്യമായിട്ട് കൊടുത്തു. അതായത് അവർ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, സെൽഫ് ഇൻഡക്ഷൻ എന്തുവാണെന്നും സെൽഫ് ഇൻഡക്റ്റൻസ് ഡിറൈവ് ചെയ്ത് എഴുതാനുമാണ്. പക്ഷേ ഡിഫൈൻ എന്നായിപ്പോയി. അതിന് യഥാർത്ഥത്തിൽ 2 മാർഗം. യഥാർത്ഥത്തിൽ നിങ്ങളോട് അവർക്ക് അധ്യാപകർക്ക് വേണമെങ്കിൽ വാദിക്കാം, മലയാളത്തിലുള്ളത് വായിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാമായിരുന്നു. പക്ഷേ നല്ല ശതമാനം പേരും ചിലപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരല്ലേ, അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നമുക്കും ന്യായവശങ്ങൾ കുട്ടികളുടെ വശത്തുള്ളത് കൊണ്ട് അതിന് ഞാൻ പറഞ്ഞത് അൺഒഫീഷ്യലി ആൻസർ കീ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിനൊക്കെ മാർക്ക് കിട്ടാൻ വളരെയധികം 99% ചാൻസ് ഉള്ളതാണ് ഈ 2 മാർക്ക്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷന്റെ ഇത് ഒഫീഷ്യലായിട്ട് പിന്നീട് വരും, എന്നാൽ പോലും നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ ബോർ പോസ്റ്റുലേറ്റ്സ്. ഞാനും ലാസ്റ്റ് 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനകത്ത് ബോർ പോസ്റ്റുലേറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്, പഠിച്ചുകൊണ്ട് പോകണം. ബോർ പോസ്റ്റുലേറ്റ് ഡിലീറ്റഡ് ടോപ്പിക്കിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ടെക്സ്റ്റ്, പുത്തൻ ടെക്സ്റ്റ്, അതിനകത്ത് നല്ല രസമാണ്, നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. NCERT കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ഇറക്കി, പുത്തൻ ടെക്സ്റ്റ് ഇറക്കി. ആ ടെക്സ്റ്റിനകത്ത് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് പഠിക്കാനില്ല, അതിനകത്തില്ല ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ്. അന്നേരം ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സിന് മാർക്ക് തന്നല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ഫുള്ള് അരിച്ചു പറക്കി പഠിക്കുന്ന പിള്ളേരാണ് നമ്മൾ, അല്ലേ? അന്നേരം നമുക്കത് മാർക്ക് തന്നേ പറ്റത്തുള്ളൂ. കാരണം ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് ടെക്സ്റ്റിനകത്തില്ല. യഥാർത്ഥത്തിൽ NCERTയുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. മേടിച്ച് വെച്ചിട്ടുള്ളൊരു നോക്കിയിട്ട് ഇന്നേ വരെ തുറന്നു പോലും നോക്കി കാണത്തില്ല, അല്ലെങ്കിൽ മേടിക്കാത്തവരായിരിക്കും 99%. മിക്കവാറും പേര് പോലും എഴുതി കാണത്തില്ല. ഇപ്പം മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ
നല്ല പേപ്പി പുത്തൻ ബുക്ക് പോലെ ഇരിക്കും, നല്ല മണം കിട്ടും, നല്ല ഫീൽ കിട്ടും. അതാണ് NCERT 2 ടെക്സ്റ്റ് ഉണ്ട് ഫിസിക്സിന്. ആ 2 ടെക്സ്റ്റ് എല്ലാത്തിനും എനിക്ക് കെമിസ്ട്രിക്ക് 2 ടെക്സ്റ്റ്, ഫിസിക്സിന് 2 ടെക്സ്റ്റ് ഉണ്ട്. അന്നേരം നമുക്കതുകൊണ്ട് ഇങ്ങനെ പറയാം, അതായത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തത് ബോറിൻ്റെ പോസ്റ്റേഴ്സ് കിടപ്പില്ല. അന്നേരം അതിന് 3 മാർക്ക് ആയിരുന്നു ബോറിൻ്റെ പോസ്റ്റേഴ്സ്. അന്നേരം 3, 2, 5. ഓക്കെ. ഇനി യങ്സ് ഡബിൾ സ്ലിറ്റ്, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൻ്റെ വാട്ടർ കൊഹറൻ്റ് സോഴ്സ് അത് എഴുതിയിട്ട് നിങ്ങൾ ബി എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആ പ്രോബ്ലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു, അവിടെ മാർക്ക് കിട്ടിയാൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നേരത്തെ പരീക്ഷിക്കുമ്പോൾ. ഇനിയെങ്കിലും അത് ഓർത്തോണം. അത് ക്വസ്റ്റ്യനകത്തൊരു ചെറിയ ഇതുകൊണ്ട് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അതിന് 3 മാർക്ക് 99.9% അല്ലെങ്കിൽ 100% ചാൻസാണ്. അന്നേരം 5, 3, 8. ഇനി വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ? ഇപ്പം ഞാനിത് പഠിപ്പിക്കുമ്പം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഞാൻ പ്രിൻസിപ്പിളിൻ്റെ കപ്പാസിറ്റർ പഠിപ്പിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 2023 ഇറങ്ങിയ ടെക്സ്റ്റിൽ എന്തില്ല? പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ ഇല്ല. പിന്നെ നമ്മളങ്ങനെ പഠിക്കും ചോദിക്കട്ടെ, നമ്മളങ്ങനെ പഠിക്കും. ടെക്സ്റ്റിനകത്തില്ലാത്ത ഞങ്ങൾ ടെക്സ്റ്റ് നമുക്ക് വളരെ അരിച്ചു പിറക്കി ഓരോ കോണം ഞങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതില്ലല്ലോ. അന്നേരം 8, 9 മാർക്ക്. ഈ 9 മാർക്ക് ഇനി ലാസ്റ്റ് ഒരു അധ്യാപകരെല്ലാം കൂടെ വളരെ കൂലംകുഷിതമായി വളരെ പുതിയ കൂടി വളരെ കാര്യമായിട്ടെല്ലാം ചെയ്ത് വരുമ്പം നമുക്ക് എത്ര മാർക്ക് ഇതാണെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾ 9 മാർക്ക് ഇത് അറ്റൻഡ് ചെയ്തെങ്കിൽ അറ്റൻഡ് ചെയ്തവർക്ക് 9 മാർക്ക് അർഹരാണ്. ഇതൊരു വലിയ ഡബിൾ ലോട്ടറിയുടെ ഡബിളല്ല, ഇത് അറ്റൻഡ് ചെയ്തവർ അല്ലാതെ ഇരുന്ന് കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനിയും കെമിസ്ട്രിക്കോ മാത്സിനുള്ള ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും എഴുതി വെക്കണം കേട്ടോ. കാരണം വീഡിയോസ് ചറപറ മാത്സിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെറിയ വീഡിയോസ് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. മാക്സിമം ഷെയർ ചെയ്യുക. സന്തോഷിക്കേണ്ടവരൊക്കെ സന്തോഷിച്ചോട്ടെ. ഒരു ടെൻഷനില്ലാതെ പരീക്ഷയെല്ലാം നല്ലപോലെ പഠിച്ചിട്ട് പോകുക കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നല്ല മാർക്ക് കിട്ടട്ടെ. പ്ലസ് 1കാർക്ക് പ്ലസ് 2കാർക്കും എല്ലാം. പ്ലസ് 1കാർക്ക് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അണ്ടിൽ ദെൻ ബൈ ബൈ. നെവർ എവർ ഗിവ് അപ്പ്.